ഞാൻ ഈ ബാലകൃഷ്ണ സാറിനെ മരിച്ചപ്പോൾ വീട്ടിൽ അന്വേഷിച്ച് പോയപ്പോൾ ഗണേശൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ആ ശിവകുമാരൻ നമ്പി സാറിൻ്റെ ആ എപ്പിസോഡ് ഞാൻ കണ്ടു. ഞാനത് ഒരുപാട് ആവർത്തി കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിലൊരു കുറ്റബോധം തോന്നി. ഞാൻ തമ്പി സാറിനോട് പിണങ്ങാൻ പാടില്ലായിരുന്നു. എന്തായാലും ശാന്തിവിള ഞാനൊരു ഉറപ്പ് തരുന്നു, ഞാൻ അച്ഛൻ്റെ 16 അടിയന്തര കർമ്മം കഴിഞ്ഞ് വിടം വിട്ടാൽ തിരുവനന്തപുരത്തേക്ക് വരികയോ പത്തനാപുരത്ത് പോയാലും ശരി, ഞാൻ തിരുവനന്തപുരത്ത് ഇനി എന്ന് വന്നാലും ശരി, പൂജപ്പുര രാധാകൃഷ്ണനുമായിട്ട് ഞാൻ തമ്പി സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം ഞാൻ തീർക്കും. ഞാൻ പറഞ്ഞു, അതാണ് നിങ്ങളുടെ വലിയ മനസ്സ്, താങ്കളത് ചെയ്യണം. കാരണം തമ്പി സാറിൻ്റെ പോലുള്ള ഒരാളുടെ മനസ്സിലൊന്നും ഒരിക്കലും ഗണേശനെ പറ്റി ഒരു കറുത്ത പാട് വീഴാൻ പാടില്ല. കാരണം തമ്പി സാറിന് ഗണേശനെ പോലുള്ളവരെ ഇഷ്ടമാണ്. കാരണം വെട്ടി തുറന്ന് പറയുന്നവരെ, ശരിയേതോ തെറ്റേതോ അത് മുഖത്ത് നോക്കി പറയുന്നവരെ തമ്പി സാറിന് ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ വിഷയം ചെയ്യുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അടുത്ത 5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിർണായകമായ ഒരു വലിയ പോസ്റ്റിൽ, വലിയ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ തലവനായി സിനിമാക്കാരൻ കൂടിയായ ശ്രീ KB ഗണേഷ് കുമാർ കേരളത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കും എന്ന് വിശ്വസിച്ച ഒരാളാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാലകൃഷ്ണ സാർ മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു. മരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചോ അദ്ദേഹം പറഞ്ഞു, എന്നോട് പിണറായി സഖാവിനുള്ള വാത്സല്യവും അച്ഛനോടുള്ള സ്നേഹവും ഒക്കെ കണക്കിലെടുത്ത് അടുത്ത 5 വർഷക്കാലം കേരളത്തിൻ്റെ ഒരു മന്ത്രിയായി ഞാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഗണേശനും ഉണ്ടായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും അദ്ദേഹത്തെ തകിടം മറിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞവർ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തെ തട്ടിത്തെറിപ്പിച്ചു. കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. നമ്മളെപ്പോലെ ഒരാളിന്, ഗണേശനെ സ്നേഹിക്കുന്ന, ഗണേശനെ ഇഷ്ടപ്പെടുന്ന ഒരാളിന് ഇത്രയും വിഷമം ഉണ്ടാവുകയാണെങ്കിൽ ഗണേശൻ്റെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം പുറമേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അല്ല, മുന്നണി സംവിധാനത്തിലെ ചില ഇടപെടലുകൾ കൊണ്ട് 2.5 വർഷം ആക്കിയപ്പോഴെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് 5 വർഷത്തെ വകുപ്പ് മന്ത്രിയായി 5 വർഷക്കാലം തന്നെ ഭരിക്കാവുന്ന ഒരു പോസ്റ്റ് കിട്ടുമെന്നാണ് ആദ്യം കിട്ടിയിരുന്ന വാക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും അടുത്ത 5 വർഷക്കാലം കേരളത്തിലെ ഒരു പ്രധാന വകുപ്പ് അദ്ദേഹം വഹിക്കുകയും അതിൻ്റെ കൂടെ സിനിമയും കൂടി അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ സിനിമയ്ക്കൊരു പുഷ്കരകാലമായിരുന്നേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. കാരണം താൻ ഏറ്റെടുക്കുന്ന ഏത് വകുപ്പായാലും ശരി, ഒരു നല്ല ഭരണാധികാരിയാണെന്ന് നന്നായി തെളിയിച്ച മന്ത്രിയായിരുന്നു അദ്ദേഹം. അത് അച്ഛൻ്റെ ഒരു പ്രശ്നം വന്ന് ബാലകൃഷ്ണ സാർ മാറിയപ്പോൾ ഇടക്കാല മന്ത്രിയായപ്പോഴായാലും ശരി, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5 വർഷം മന്ത്രിയായപ്പോഴും ശരി, അദ്ദേഹം നല്ല മന്ത്രിയായിരുന്നു. കൈകാര്യം ചെയ്ത ഏത് ഡിപ്പാർട്ട്മെൻറ്റും അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമാ മന്ത്രി ഇത്രയും വിഷയങ്ങളിൽ ഇടപെടുകയും സിനിമയ്ക്കുണ്ടാകുന്ന ഏത് കാര്യങ്ങളിലും ശാശ്വതമായ അല്ലെങ്കിൽ മാന്യമായ പരിഹാരമുണ്ടാക്കാൻ കഴിയുകയും ചെയ്ത മന്ത്രിയായിരുന്നു KB ഗണേഷ് കുമാർ. അത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുമെന്നാണ് എൻ്റെ പക്ഷം. അത്ര നന്നായിട്ട് നമ്മളെ കേരളത്തിലെ ഹൈടെക് സിനിമാ തിയേറ്ററുകൾ തന്നെ നോക്കിയാൽ മതി. ഗണേശൻ്റെ ഒരു തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും നന്നാക്കാനുള്ള ഇടവരുത്തിയത്. കാരണം അദ്ദേഹം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ 3 തിയേറ്ററിനെ അങ്ങ് നവീകരിച്ചു, നല്ല ഹൈടെക്കാക്കി, 4K റെസൊല്യൂഷനൊക്കെ ഉള്ള നല്ല തിയേറ്ററാക്കി, നല്ല ശബ്ദമുണ്ടാക്കി, എന്നിട്ട് തിയേറ്ററിൽ നല്ല കഫറ്റേരിയും ഒക്കെ ഉണ്ടാക്കി വന്നപ്പോൾ മറ്റ് സ്വകാര്യ തിയേറ്ററുകൾക്കും ആ വഴിയെ പോകേണ്ടി വന്നു. അതുപോലെ ഈ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാവർത്തികമാക്കാൻ കഴിയുകയും ചെയ്ത കഴിവുറ്റ മന്ത്രിയായിരുന്നു KB ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് അടുത്ത 5 വർഷക്കാലം ഒരുപാട് നല്ല കാര്യങ്ങൾ ഗണേശൻ മന്ത്രിയായിരുന്നെങ്കിൽ നടന്നേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ ഒരുപാട് സിനിമാക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗണേശൻ്റെ കാര്യം പറയുമ്പോൾ ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന പോലെ സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു നല്ല പക്ഷം ഗണേശനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഗണേശൻ എന്ന് ഞാൻ പറയും. ഗണേശൻ അങ്ങനെ ഒരു കൊള്ളരുതാത്തവനോ, ഒരു ആഭാസനോ, ഒരു തട്ടിപ്പ് വീരനോ പറ്റിപ്പുകാരനോ ഒന്നുമല്ല ഗണേശൻ. നേരെ പോ എന്ന് ജീവിതത്തിൽ ഒരു ചിന്താഗതി കൊണ്ടു കിടക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ പരിചയത്തിൽ KB ഗണേഷ് കുമാർ.
അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്നോ ആർക്കെങ്കിലും ഇട്ട് കുതികാല് വെട്ടണമെന്നോ ഒന്നും ചിന്തിക്കുന്ന ആളല്ല. ഇഷ്ടമല്ലെങ്കിൽ ഇനി ഏത് കൊടി കെട്ടിയവൻ്റെ മുഖത്ത് നോക്കിയും ഇഷ്ടമല്ല എന്ന് പറയും. ഇഷ്ടമാണെങ്കിൽ എന്താ പറയുക, നമ്മളെ സ്നേഹിച്ച് കൊല്ലും. അതാണ് ഗണേശൻ്റെ ഒരു ലൈൻ. അത് സിനിമയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ് സൂപ്പർ ഹിറ്റായ TS സുരേഷ് ബാബുവിൻ്റെ ഒരു പടമുണ്ടല്ലോ. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് കാട്ടാക്കടയ്ക്ക് അപ്പുറത്ത് എവിടെയും നടക്കുക, രാത്രികാലമാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന വേഷം ചെയ്യുന്ന കുഞ്ഞച്ചനാവുന്ന മമ്മൂട്ടി ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ കേട്ടു. ബ്ലാക്ക് ടീ കേട്ടപ്പോൾ ബ്ലാക്ക് ടീ കൊണ്ട് കൊടുത്തു. അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചായ കൊണ്ട് കൊടുത്തിട്ട് നടന്നു വന്ന പ്രൊഡക്ഷൻ ബോയോട് ഇദ്ദേഹം പറഞ്ഞു, ഗണേശൻ പറഞ്ഞു, എനിക്കൂടെ ഒരു ബ്ലാക്ക് ടീ തരാൻ പറഞ്ഞു. ഇത് ഗണേശൻ 3-4 പ്രാവശ്യം ആവർത്തിച്ചിട്ടും ബ്ലാക്ക് ടീ വന്നില്ല. ക്ഷിപ്രകോപിയാണ് ഗണപതി ഭഗവാനെ, കൊട്ടാരക്കര ഗണപതിയെ പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഗണേശൻ. ഗണേശൻ അയാളുടെ ചോദിച്ചു, എന്താ ഞാൻ നിങ്ങളുടെ ഒരു ബ്ലാക്ക് ടീ വെച്ചിട്ട് തരാത്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ രഹസ്യമായിട്ട് പറഞ്ഞു, സാർ പ്രൊഡക്ഷനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കിക്ക് മാത്രം ബ്ലാക്ക് ടീ കൊടുത്താൽ മതി എന്നാണ്. ചെലവ് ചുരുക്കലാണ്. വലിയ ബാനറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അരോമ മണി കൊടുത്തിരിക്കുന്ന ഡയറക്ഷനാണ്. അത് ചെറിയ ആളുകൾക്കൊന്നും ഇതൊന്നും കൊടുക്കണ്ടെന്ന്. ഓ അങ്ങനെയാണോ? ശരി ശരി പോയിക്കോളൂ എന്ന് പറഞ്ഞു പോയി. ഗണേശൻ അവിടെ ഇരുന്നു. ഇരുട്ടിൻ്റെ മറയിൽ ആരും അറിഞ്ഞില്ല. ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് ഗണേശനെ നോക്കുമ്പോൾ ഗണേശനെ കാണാനില്ല. ഗണേശൻ കാറെടുത്ത് വീട്ടിൽ പോന്നു. ഗണേശനെ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഗണേശൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചാൽ ഗണേശൻ തന്നെ ഫോൺ എടുത്തു. അയ്യോ ഇതെന്താ ആരുടെയും പറയാതെ പോയി. അല്ല ഇങ്ങനെ അവിടെ 10 മണി കഴിഞ്ഞാൽ ആർക്കും ബ്ലാക്ക് ടീ ഒന്നും കൊടുക്കണ്ട എന്നാണ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് ശേഷം അഭിനയിക്കേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ഇതാണ് ഗണേശൻ. അവിടെ മമ്മൂട്ടി അഭിനയിക്കുന്ന പടം, അരോമണി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, അതൊന്നും ഗണേശൻ്റെ പ്രശ്നമല്ല. സഹകരിക്കുന്നത് 100% സഹകരിക്കും. പക്ഷേ അയാളുടെ കളിച്ചാൽ അയാൾ വിടില്ല. അത് അയാളുടെ ഒരു എന്താ പറയുക, നല്ല രക്തത്തിൽ പിറന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു മുൻകോപ്പവും പിടിവാശിയൊക്കെ ഉള്ള ഒരാളാണ് ഗണേശൻ എന്നതൊഴിച്ചാൽ വനംവകുപ്പിലിരുന്നിട്ട് ഏതെങ്കിലും മരം വിറ്റ് കാശുണ്ടാക്കിയെന്നോ, ഏതെങ്കിലും ഫോറസ്റ്റ് റേഞ്ചർക്ക് സ്ഥലം മാറ്റം കൊടുത്തിട്ട് ലക്ഷങ്ങൾ വാങ്ങിയെന്നോ, അല്ലെങ്കിൽ സിനിമയിൽ മന്ത്രിയായിരിക്കുമ്പോൾ സിനിമാക്കാരനോട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് ചെയ്തുതരാം, എനിക്കൊരു വേഷം തരണമെന്ന് പറഞ്ഞു ആരും ഗണേശനെ പറ്റി അങ്ങനെ പറയില്ല. കാരണം ഗണേശൻ അത്തരക്കാരനല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ ഗുരുനാഥനായ JC സാർ പറയും, നമ്മുടെ സെറ്റിലേക്ക് ഗണേശൻ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗണേശനെ പോലെ ചിലർ വന്നിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമുക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഒരു സൂര്യ വെളിച്ചം രാവിലത്തെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയാണ് ഗണേശൻ കടന്നു വരുമ്പോഴെന്ന് JC സാർ പറയാറുണ്ട്. ഒപ്പം ചിലരെ പേര് പറഞ്ഞിട്ട് പറയും, എങ്ങനെയെങ്കിലും ഈ പണ്ടാരത്തിനെ ഒന്ന് എടുത്ത് തീർത്ത് വിട്ടാൽ മതി എന്ന് നമുക്ക് തോന്നുന്നു. നെഗറ്റീവ് എനർജി മാത്രം തരുന്ന ചിലരുണ്ട്. എൻ്റെ പേര് പറഞ്ഞ് തന്നെ JC സാർ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷേ ഗണേശനെ പറയുന്നത് എപ്പോഴും സൂര്യൻ്റെ വെളിച്ചം പോലെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഗണേശൻ എന്നാണ് പറയാറ്. ഗണേശനുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് പുറപ്പാട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ മൂലമറ്റത്തെ സെറ്റിലാണ്. അന്ന് എനിക്ക് തോന്നുന്നു ബാലകൃഷ്ണ സാർ എലക്ട്രിസിറ്റി ബോർഡ് വകുപ്പ് മന്ത്രിയാണെന്ന് തോന്നുന്നു. കാരണം എലക്ട്രിസിറ്റി ബോർഡ് വകുപ്പ് മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിൽ, മൂലമറ്റം പവർ സ്റ്റേഷനിലുള്ള എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിൽ, മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഗണേശൻ താമസിച്ചത്. പക്ഷേ രാവിലെ സെറ്റിൽ വന്നാൽ വൈകുന്നേരം വരെ കുസൃതി നിറഞ്ഞ തമാശകളും കളിയും കാര്യങ്ങളും ഒക്കെയായി സെറ്റിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ആളായിരുന്നു ഗണേശൻ. പൊതുവേ ഒതുങ്ങിയിരിക്കുന്ന മുരളിച്ചേട്ടനെ പോലും കൊച്ചേട്ടാ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, പ്ലീസിങ് ആക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഗണേശൻ. ഗണേശനും വിജയരാഘവനുമായിരുന്നു അതിൽ അനിയനും ജ്യേഷ്ഠനും അഭിനയിച്ച് എപ്പോഴും അടിച്ചു പിരിയുന്ന കലയിക്കുന്ന 2 അനിയൻ ചേട്ടന്മാരാണ്. അവരുടെ അമ്മയായിട്ട് അടൂർഭാവാനി ആലോചിക്കുക, നല്ല കോമ്പിനേഷനായിരുന്നു അവർ, അമ്മയും മക്കളും. അതുപോലെ തന്നെ ഗണേശൻ്റെ കുസൃതി ചോദ്യങ്ങൾ ഭയങ്കര ഒരുപാട് രസകരമായ ഓർമ്മകൾ എനിക്കുണ്ട്. ആ സെറ്റിൽ ഒരു പാട്ട്, അന്നലൂഞ്ഞാൽ എന്നുള്ള പാട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ JC സാറ് സിത്താരയ്ക്കും സായി കുമാറിനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ഷൻ നോക്കി നിന്നിട്ട് ഒരു ദിവസം ഗണേശൻ ചോദിച്ചു, സാർ ഈ പ്രായത്തിലും സാറിന് ഇത്രയും റൊമാൻറ്റിക്കായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഷോട്ടുകൾ വയ്ക്കാനും എങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിച്ചു. സ്വതസിദ്ധമായ ചിരിയോടെ തൻ്റെ സമൃദ്ധമായ താടി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് JC സാർ പറഞ്ഞു, ഞാൻ റൊമാൻറ്റിക്കാണ് എന്ന് ഇവിടെ തന്നെ സെറ്റിൽ പലർക്കും അറിയാം, ഞാനൊരു റൊമാൻറ്റിക്കാണ്. ഈ വാക്ക് കേൾക്കാനാണ് ഗണേശൻ ചോദിച്ചത്. ഗണേശൻ പൊട്ടിച്ചിരിച്ചു സെറ്റിൽ നിന്നിട്ട്, സഭ മറന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഞാൻ അവിടെ ഇരുന്ന വേറൊരു അഭിനേതാവിൻ്റെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ണിറുക്കി കാണിച്ചിട്ട് ആ അഭിനേത്രിയും ചിരിച്ചു. കാരണം JC സാറ് പറഞ്ഞ ഞാൻ റൊമാൻറ്റിക്കാണെന്ന് അറിയാവുന്ന പലരും ഈ സെറ്റിലുണ്ടെന്ന് പറഞ്ഞതിൽ ഒന്ന് ആ കണ്ണിറുക്കി എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ച അഭിനേത്രിയായിരുന്നു. ഇങ്ങനെ ഗണേശനെക്കുറിച്ച് ആലോചിച്ചാൽ
ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഞങ്ങൾ വർക്കലയിലൊരു സീരിയൽ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് സെറ്റിൽ സതീഷ് സംഘമിത്ര എന്ന് പറഞ്ഞ മലയാള നാടകരംഗത്തെ പ്രേം നസീർ എന്ന് പറയാവുന്ന മുടിച്ചൂടാ മന്നനായ സതീഷ് സംഘമിത്രയുണ്ട് അഭിനയിക്കാൻ. സെറ്റിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു ദിവസം ഗണേശൻ ചോദിക്കുകയാണ് സതീഷ് സംഘമിത്രയോട്, ചേട്ടാ മലയാള നാടകവേദിയിലെ പ്രേം നസീറാണല്ലേ നിങ്ങൾ, അതോ MGR? അപ്പോൾ സതീഷ് സംഘമിത്ര നിന്ന് ചിരിച്ചു. MGR ആണെങ്കിൽ ജയലളിത ആരാ എന്നിട്ട്, നിങ്ങളുടെ ജയലളിത ആരാ എന്നിട്ട്. കാരണം അക്കാലത്ത് സതീഷ് സംഘമിത്രയുടെ പേരുമായി ചേർത്ത് വെച്ച് ചില നാടക നടികളുടെ പേര് പറയുമായിരുന്നു. ഇതറിയാമായിരുന്ന ഗണേശൻ ചോദിക്കുകയാണ്, നാടകരംഗത്തെ MGR ആയ താങ്കളുടെ ജയലളിത ആരായിരുന്നു? സതീഷ് സംഘമിത്ര ചൂളിപ്പോയി നിന്ന് അദ്ദേഹം വല്ലാണ്ട് ചിരിച്ചു. ഇതുപോലെ പറയാനാണെങ്കിൽ ഗണേശനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കുറ്റപത്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സുരേഷ് ഗോപി നായകനായൊരു സിനിമ. അതിൽ ഗണേശനുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഡ്രസ്സിൻ്റെ അളവെടുക്കാനും ക്യാരക്ടർ എന്താണെന്ന് പഠിക്കാനും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഗണേശൻ ഞങ്ങളൊക്കെ താമസിച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന വൃന്ദാവൻ ഹോട്ടലിൽ കയറി വന്നു. കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഗണേശൻ യാത്ര പറഞ്ഞു പോയി. ഗണേശൻ പോയ ശേഷമാണ് ഞാൻ അറിയുന്നത്, അന്നത്തെ കാലത്ത് ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലാത്ത ജയൻ സിനിമകളിൽ മാത്രം ജയേട്ടൻ വച്ചിരുന്ന ഒരു റെയ്ബാൻ ഗ്ലാസ് ഉണ്ടല്ലോ, മുട്ട പോലെയുള്ള ആ ഒരു ഗ്ലാസ് ഗണേശൻ അവിടെ മറന്നു വെച്ചിട്ട് പോയി. ഞാൻ അപ്പം തന്നെ ഹോട്ടലിലെ റിസപ്ഷനിൽ നിന്ന് ഗണേശനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ഒരു ഗ്ലാസ് ഇവിടെ ഇരിക്കുകയാണ്. അയ്യോ അതവിടെ ഇരിക്കുകയാണോ ശാന്തിപിള്ളേ? ഞാൻ അതെ. അതൊരു കാര്യം ചെയ്യും, അത് എൻ്റെ സംഭാവന ശാന്തിപിള്ളയ്ക്ക് എടുത്തോളൂ, ഗിഫ്റ്റായിട്ട് എടുത്തോളൂ. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നത് ഗണേശൻ തന്നിട്ടാണ്. ഒരുപാട് കാലം ഞാനത് ഇതുപോലെ പിന്നെ എവിടെയോ ഒരിടത്ത് വെച്ച് മറന്നു വെച്ച് എൻ്റെ നിന്നും ആ ഗ്ലാസ് മിസ്സായിപ്പോയി. പക്ഷേ എങ്കിലും ഞാൻ എവിടെയെങ്കിലും ഒരു കൂളിംഗ് ഗ്ലാസ് എനിക്ക് ആരെങ്കിലും തരികയോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വാങ്ങുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വച്ചിരിക്കുന്ന രസകരമായൊരു ഗ്ലാസ്സോ കണ്ടാൽ എനിക്കപ്പോൾ ഗണേശനെ ഓർമ്മ വരും. കാരണം ഗണേശനാണ് ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് തന്നത്. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ, അതിൻ്റെ രൂപീകരണം മുതൽ ഇവിടം വരെ ആര് ഭരിക്കണം, ആരെല്ലാം ആ ടീമിലുണ്ടാകണം, ആരൊക്കെ ഉണ്ടായിക്കൂടാ, അമ്മയുടെ അടുത്ത 3 വർഷക്കാലം എന്തൊക്കെ ആയിരിക്കണം അതിൻ്റെ നയപരിപാടികൾ, ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആൾ തന്നെയാണ് ഗണേശൻ. ഗണേശനോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ അതിലുള്ള മറ്റ് സംഘാടകരിൽ ചിലരോട് ചോദിച്ചാലും പറയാം അതൊക്കെ വെറുതെ എന്ന് പറയും. പക്ഷേ സത്യം അതാണ്, ഒരു പാനലുണ്ടാക്കുമ്പോൾ ആ പാനലിൽ ആരൊക്കെ വേണം, ആരൊക്കെ ആ പാനലിൽ ഉണ്ടാകാൻ പാടില്ല, അടുത്ത 3 വർഷക്കാലം അമ്മയിൽ എന്തൊക്കെ നടപ്പിലാക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആൾ തന്നെയായിരുന്നു ഗണേശൻ. അങ്ങനെയുള്ള ഗണേശൻ എനിക്ക് ഒരുപാട് വേദന ഉണ്ടായൊരു സംഭവമുണ്ട്. സഖാവ് VS-നെ കളിയാക്കിക്കൊണ്ട് പ്രസംഗിച്ചത് അതേ ഗണേശൻ തന്നെ VS-നോട് പോയി മാപ്പും പറഞ്ഞു. അതാണ് ആ മനുഷ്യൻ്റെ ഒരു വിശാലത എന്ന് പറയുന്നത്. സ്റ്റേജിൻ്റെ ആവേശം കയ്യടിയൊക്കെ കണ്ടപ്പോൾ അങ്ങ് വച്ചലക്കി UDF-ൽ നിൽക്കുകയല്ലേ. അപ്പോൾ അന്ന് VS-നെ നിശ്ചിതമായി വിമർശിച്ചപ്പോൾ പറയാൻ പാടില്ലാത്ത രീതിയിൽ പ്രസംഗിച്ചു. പക്ഷേ പ്രസംഗിച്ചത് മോശമായി പോയി എന്നും അച്ഛനേക്കാൾ പ്രായമുള്ള കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്ന് തോന്നിയപ്പോൾ നേരെ പോയി ഗണേശൻ VS-നോട് മാപ്പ് പറഞ്ഞു. അതാണ് ഗണേശൻ. അങ്ങനെ ഒരു വലിയ മനസ്സുള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ ഞാൻ ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അതിൽ ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് അതിൽ അക്ഷയപാത്രം എന്നുള്ള സീരിയലിലെ നായകൻ പിണങ്ങിയതും നായകൻ സെറ്റിൽ വെച്ച് കാണിച്ച ഒരു മോശത്തരം കൊണ്ട് ഈ സീരിയൽ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞ് പാക്കപ്പ് പറഞ്ഞ് തമ്പി സാർ പോയ കഥ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ നായകൻ ഗണേശനായിരുന്നു. ഞാൻ ഈ ബാലകൃഷ്ണ സാറിനെ മരിച്ചപ്പോൾ വീട്ടിൽ അന്വേഷിച്ച് പോയപ്പോൾ ഗണേശൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ആ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ആ എപ്പിസോഡ് ഞാൻ കണ്ടു. ഞാനത് ഒരുപാട് ആവർത്തി കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിലൊരു കുറ്റബോധം തോന്നി. ഞാൻ തമ്പി സാറിനോട് പിണങ്ങാൻ പാടില്ലായിരുന്നു. എന്തായാലും ശാന്തിപിള്ള ഞാനൊരു ഉറപ്പ് തരുന്നു, ഞാൻ അച്ഛൻ്റെ 16 അടിയന്തര കർമ്മം കഴിഞ്ഞ് വിടം വിട്ടാൽ തിരുവനന്തപുരത്തേക്ക് വരികയോ പത്തനാപുരത്ത് പോയാലും ശരി, ഞാൻ തിരുവനന്തപുരത്ത് ഇനി എന്ന് വന്നാലും ശരി, പൂജപ്പുര രാധാകൃഷ്ണനുമായിട്ട് ഞാൻ തമ്പി സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം ഞാൻ തീർക്കും. ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളുടെ വലിയ മനസ്സ്, താങ്കളത് ചെയ്യണം. കാരണം തമ്പി സാറിൻ്റെ പോലുള്ള ഒരാളുടെ മനസ്സിലൊന്നും ഒരിക്കലും ഗണേശനെ പറ്റി ഒരു കറുത്ത പാട് വീഴാൻ പാടില്ല. കാരണം തമ്പി സാറിന് ഗണേശനെ പോലുള്ളവരെ ഇഷ്ടമാണ്. കാരണം വെട്ടി തുറന്ന് പറയുന്നവരെ, ശരിയേതോ തെറ്റേതോ അത് മുഖത്ത് നോക്കി പറയുന്നവർ തമ്പി സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള തമ്പി സാറിനോടൊപ്പം നിൽക്കേണ്ട, പക്ഷത്ത് നിൽക്കേണ്ട ആളാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം എന്ന് വളരെ സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ തമ്പി സാറിനെ പോയി കാണും, എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാനത് തിരുത്തും എന്ന് പറഞ്ഞു. അതാണ് ഗണേശൻ. അങ്ങനെയുള്ള ഗണേശൻ മന്ത്രിയാകുമെന്നെല്ലാം ഉറപ്പായ ശേഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തട്ടിത്തെറിപ്പിക്കപ്പെട്ടു. തട്ടിത്തെറിപ്പിച്ചത് വേറെ ആരുമല്ല, എതിർ പക്ഷത്തുള്ള ഏതെങ്കിലും കേരള കോൺഗ്രസ്സുകാരനോ
അല്ലെങ്കിൽ അപ്പുറത്ത് UDF-ലോ ഒക്കെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നുള്ള ആരും അല്ല തട്ടിത്തെറിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരി. ആലോചിച്ച് നോക്കൂ. ഞാനവിടെ ഗണേശൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, ആ കീഴോട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഈ 2 സഹോദരിമാരും 2 അളിയന്മാരും ഒക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ വളരെ ഹമ്പിളായിട്ട് പെരുമാറുന്നു. ADGP പത്മകുമാർ സാറൊക്കെ വന്നപ്പോൾ ഗണേശനുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് മോഹൻദാസ് IAS-ഉമായിട്ട് സംസാരിക്കുന്നു, ബാലകൃഷ്ണൻ IAS-ഉമായിട്ട് സംസാരിക്കുന്നു, 2 പേരുടെയും ഭാര്യമാരുമായിട്ടും അദ്ദേഹം സംസാരിക്കും. എല്ലാവരും ഒരു കൂട്ടുകുടുംബം പോലെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതാണ്. പക്ഷേ ബാലകൃഷ്ണ സാറിൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 16 അടിയന്തരം കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ വെടി മൂത്ത മകൾ പൊട്ടിച്ചു എന്നുള്ളതാണ്. അവരും അവരുടെ ഭർത്താവും കൂടെ പോയി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിരിക്കുന്നു അത്രേ. കാരണം ഒരു പുതിയ വിൽപ്പത്രം ഗണേശൻ ഉണ്ടാക്കിയെടുക്കുകയും ആ വിൽപ്പത്രത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടാതെ എന്നെ അനാഥമാക്കിക്കളും, ഞാൻ പിച്ചക്കാരിയായിപ്പോൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ എന്തോ സ്വകാര്യമായിട്ടൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഞാൻ വേറെ ചില കാര്യങ്ങൾ മന്ത്രിയാക്കിയാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി ഗണേശൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയെത്ര തെറ്റെത്ര എന്ന് എനിക്കറിയില്ല. എന്തായാലും സഖാവ് പിണറായിയെ അവർ കണ്ടിട്ടുണ്ട്. ആ മന്ത്രിസ്ഥാനം പോയി കിട്ടി. അദ്ദേഹം ഗണേശനോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കൂ, അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് താങ്കൾക്ക് മന്ത്രിയാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് എടുത്തു. 2.5 വർഷം കേരള കോൺഗ്രസ്, ആൻ്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ്സിന് കൊടുത്തു. അടുത്ത 2.5 വർഷം ഇരിക്കുള്ളൂ. അല്ല, കുടുംബ പ്രശ്നമൊന്നും അല്ല എന്നാണ് ഗണേശൻ ഈ നേരത്തും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗണേശൻ വ്യാജ പ്രമാണം ഉണ്ടാക്കും അല്ലെങ്കിൽ വ്യാജ വിൽപ്പത്രം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അയാൾ ജീവിതത്തിൽ ഒരു കള്ളനല്ല. അയാൾ ജീവിതത്തിൽ പ്രിൻസിപ്പിളുള്ള ആളാണ്. അയാളെപ്പറ്റി ഇനി എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ശരി, അയാൾ മദ്യപിക്കില്ല, പുകവലിക്കില്ല. പക്ഷേ അയാൾ വേറെ ചില ദൗർബല്യങ്ങളെപ്പറ്റി പറയുന്നു, സ്ത്രീ വിഷയത്തെക്കുറിച്ചൊക്കെ. അതൊന്നും അയാൾ ഞാനൊരു സത്യവാനാണ്, ഞാനൊരു സ്ത്രീയും തൊട്ടിട്ടില്ല, ഞാനൊരു സ്ത്രീയുമായിട്ട് ബന്ധമില്ല, എനിക്ക് അമ്മയും സഹോദരങ്ങളും എൻ്റെ ഒരു ഭാര്യയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ 2ാമത് കിട്ടിയ ഒരു ഭാര്യയേ ഉള്ളൂ എന്നൊന്നും അയാൾ പറയുന്ന ആളൊന്നുമല്ല. അയാൾക്ക് സ്ത്രീകളുമായിട്ട് എന്തൊക്കെയോ ലവബിളായ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അയാൾ മലയാള സിനിമയിലെ പല വമ്പന്മാരും ചെയ്യുന്നത് പോലെ എന്താ പറയുക, ഭീഷണിപ്പെടുത്തി വല്ല പെണ്ണുങ്ങളുടെ ശരീരം വാങ്ങുകയോ അല്ലെങ്കിൽ പ്രായം തികയാത്ത കൊച്ചു പൊമ്പിളരെ കണ്ണീര് കുടിപ്പിക്കുകയൊന്നും ഗണേശൻ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. എനിക്ക് ഉറപ്പാണ് ഗണേശൻ ചെയ്യില്ല. കാരണം ഗണേശൻ 2 ആൺമക്കളാണെങ്കിൽ പോലും ഗണേശൻ അങ്ങനെ ഒരു ക്രൂരനല്ല. അയാൾക്ക് എന്താ പറയുക, എന്ത് ദൗർബല്യങ്ങൾ പറഞ്ഞാലും ശരി, അയാൾ ആരുടെയും കണ്ണീരിനെ എന്താ പറയുക പിടിച്ചു പറിക്കുന്ന ഒരാളല്ല. അയാൾ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ. അയാൾക്ക് ചിലപ്പോൾ ചില വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ പറയുന്നത് അയാൾക്ക് ഇവിടെ കേരളത്തിലെ പ്രശസ്തയായ അല്ലെങ്കിൽ കുപ്രസിദ്ധയായ ഒരു എന്താ പറയുക ഒരു സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട്, ഇളയ കുട്ടി ഇയാളുടെ ആണെന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ, കേരള സിനിമയിൽ, ഏത് സമസ്ത മണ്ഡലങ്ങളിൽ ഇങ്ങനെ അവിഹിതമായതോ ഹിതമായതോ ആയ കുട്ടികളുള്ള എത്ര പേരുടെ കഥ കേൾക്കണം? സിനിമയിൽ തന്നെ എത്ര പേരുടെ കേൾക്കണം? ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞാലൊന്നും എന്താ പറയുക സഖാവ് പിണറായി കേൾക്കും തോന്നില്ല. പക്ഷേ ഒരു വ്യാജ വിൽപ്പത്രമുണ്ടാക്കി അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ അറിയാതെ, എന്നിട്ട് ആ ചേച്ചി പറയുന്ന കേട്ടില്ലേ, മുൾമുനയിൽ നിർത്തി, വാൾ മുനയിൽ നിർത്തിയൊക്കെയാണ് അച്ഛനെ പീഡിപ്പിച്ചാണ് ഇതെഴുതി വാങ്ങിയത്. ഇത്രയും കാലം ഈ ബാലകൃഷ്ണ സാറിൻ്റെ മകളായി ജീവിച്ച ഈ സ്ത്രീക്ക് അറിയില്ലേ ബാലകൃഷ്ണപിള്ളയെ ഒരുത്തനും മുൾമുനയിൽ നിർത്തി ഒന്നും സാധിക്കാൻ പറ്റില്ല എന്ന്. അപാരമായ ചങ്കൂറ്റമുള്ള പവർഫുള്ളായ ഒരു മനുഷ്യനല്ലേ ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തെ പോലെ ഒരാളെ, ഗണേശനെ പോലെ, അതും ഒരുപാട് കാലം അനഭിമതനായിരുന്നു ഗണേശൻ. കാരണം ഗണേശൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഗണേശൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ഗണേശന് അച്ഛൻ്റെ ലാളനയോ അമ്മയുടെ ലാളനയോ സഹോദരങ്ങളുടെ ലാളനയോ കിട്ടാതെ വളർന്ന, അതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായ ഒരു മനുഷ്യനാണ് ഗണേശനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പഠിച്ച ഗണേശൻ അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന് അച്ഛൻ്റെ നിന്ന് ഒരു മോനിലേ ഉള്ളൂ എന്നുള്ള ലാളനെ കിട്ടിയിട്ടില്ല, അമ്മയുടെ നിന്നും കിട്ടിയിട്ടില്ല, 2 സഹോദരങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഒരു പരിധിവരെ ഈ ഗണേശൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് പറയാം. അയാൾ ബാലകൃഷ്ണപിള്ളയെ വിരട്ടി പഴയ വിൽപ്പത്രം വലിച്ചേറ്, പുതിയതെഴുത്, അതിൽ മുഴുവൻ എനിക്ക് എഴുതി പോയി എന്നൊന്നും പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള സാർ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തിൽ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഒരു വിൽ പവർ എന്താണ്. അദ്ദേഹത്തെയാണോ ഗണേശൻ വാൾമുനയിൽ നിർത്തി പുതിയ വിൽപ്പത്രം എഴുതിച്ചു എന്ന് പറയുന്നത്? ആ വിൽപ്പത്രത്തിലെ രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് കേട്ടാൽ, ആദ്യത്തെ വിൽപ്പത്രത്തിൽ ഗണേശന് അർഹതപ്പെട്ട ഒന്നും കൊടുത്തിരുന്നില്ല. ഇവിടെ തന്നെ ഇപ്പോൾ ഇതിലൊന്നും പറയാതെ പോയ ഒരുപാട് കഥകൾ ഞാൻ പറയാം. വഴുതക്കാട്, തിരുവനന്തപുരത്തും വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ എന്താ പറയുക ജഗതിയിലേക്ക് വരുന്ന റോഡിൽ കണ്ണായ സ്ഥലത്ത് റോഡിൻ്റെ വലതുവശത്ത് ഇടതുവശത്ത് 2 വലിയ കെട്ടിടങ്ങളുണ്ട്. സൂര്യ TV ആദ്യമായിട്ട് വന്ന കെട്ടിടമാണ് ഇടതുവശത്തുള്ളത്. അതുപോലെ മറുവശത്ത് ഈ അടുത്ത കാലത്ത് വരെ മേജർ രവി എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു. ഈ 2 കെട്ടിടങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ഈ 2 കെട്ടിടങ്ങളും വസ്തുവും 2 സഹോദരിമാരുടെ കയ്യിലാണ്.
വഴുതക്കാട് ജംഗ്ഷനിൽ 8-10 നിലയുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിലെ 1/3 ഷെയർ എന്ത് ഗണേശനുള്ളൂ, ബാക്കി മുഴുവൻ ഈ സഹോദരിമാർക്കാണ്. അതുപോലെ തന്നെ വാളകത്ത് 15 ഏക്കർ സ്ഥലം ഈ പറഞ്ഞ പരാതി കൊടുത്ത ഈ ചേച്ചിയുടെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ പുതിയ വിൽപ്പത്രം എഴുതിയിരിക്കുന്നതിൽ അവിടെ ഒരു വസ്തു 5 ഏക്കറോ എന്തോ ഉള്ള ഒരു വസ്തുവും അതിലുള്ള കെട്ടിടങ്ങളും എല്ലാം ഈ പറഞ്ഞ മൂത്ത ചേച്ചിയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കാവുന്നതും കൊടുക്കാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ സഹോദരിമാർ വാങ്ങിയപ്പോഴും നിസ്സഹായനായി നോക്കി നിന്ന ആളാണ് ഗണേശൻ. കാരണം ഗണേശന് അച്ഛനുമായിട്ട് നല്ല ബന്ധമല്ലാത്തതുകൊണ്ട് ഏത് കാര്യത്തിലും ഇടം തടിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം ഗണേശനുള്ളതുകൊണ്ട് ഗണേശന് അർഹതപ്പെട്ടതൊന്നും കൊടുക്കാതെ സഹോദരിമാർക്ക് എഴുതി വെച്ചപ്പോഴും അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് എഴുതി വെച്ചപ്പോഴും നിസ്സംഗനായി നോക്കി നിന്ന ആളാണ് ഗണേശൻ. ആ ഗണേശനാണ് കൃത്രിമ വിൽപ്പത്രം ഉണ്ടാക്കി എന്നിപ്പോൾ പറയുന്നത്. ഇങ്ങനെ കിട്ടിയാലും മതി വരാത്ത ഒരു IAS-കാരൻ്റെ ഭാര്യയാണ്, റിട്ടയർഡ് IAS-കാരൻ്റെ ഭാര്യയാണ്. അവർക്ക് കാനഡയിലടക്കം വലിയ രമ്യഹർമ്മ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഇതൊന്നും. ഒരുപാട് വസ്തുക്കൾ വാരിക്കൂട്ടി 2 പെൺമക്കളുമായിട്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് ഇവിടെ ഒരു തമാശയോടെ പറയാം. ഈ 2 പെൺകുട്ടികൾ വിദേശത്ത് എന്തോ പഠിക്കുകയോ എന്തോ ചെയ്യുന്ന കാലത്ത് അവിടെ എന്തോ കുഴപ്പം വീട്ടിലുണ്ടായപ്പോൾ ഗണേശനും ബാലകൃഷ്ണ സാറും കൂടെ പ്രശ്നം പരിഹരിക്കാൻ പോയി. അങ്ങനെ പരിഹരിക്കാൻ പോയതിനെയാണ് കേരളത്തിൽ ചിത്രീകരിച്ചത് ഗണേശൻ എയ്ഡ്സാണ്, അതിന് ചികിത്സിക്കാൻ ബാലകൃഷ്ണ സാർ കൊണ്ടുപോയിരിക്കുകയാണ് അമേരിക്കയിൽ എന്ന് പറഞ്ഞ വേന്ദ്രന്മാരുണ്ട്. അപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ മക്കളുടെ ഒരു കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പോലും ഇടപെട്ടിരുന്ന ആ ഇടപെടാൻ പോയപ്പോൾ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അത് തിരുത്താൻ നിൽക്കാതെ ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്ത ആളാണ് ഗണേശൻ. ആ ഗണേശനെതിരെയാണ് ഈ ചേച്ചി ഇപ്പോൾ കള്ളപ്രമാണം ഉണ്ടാക്കി, കള്ള വിൽപ്പത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വരുന്നു. ആ പ്രമാണത്തിലെ വിൽപ്പത്രത്തിലെ ഏറ്റവും വലിയ രസം ഇപ്പോൾ അയാളുടെ മറ്റൊരു സഹോദരിയായ ബിന്ദു എന്ന് പറയുന്ന വേറൊരു IAS-കാരൻ്റെ ഭാര്യ, അവർ പറയുന്നു ഗണേശൻ ഇതിൽ മാനിപ്പുലേഷൻ ഒന്നും നടത്തിയിട്ടില്ല, ഞങ്ങൾ ആരും വിചാരിച്ചാൽ അച്ഛനെ മാറ്റാനും കഴിയില്ല. അച്ഛന് 2020 അച്ഛന് തോന്നി ഞാൻ ആദ്യം എഴുതി വെച്ച വിൽപ്പത്രം ശരിയല്ല, എൻ്റെ ചേച്ചിയും അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പ് തന്നെ അനിയനെതിരെ കള്ളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ശത്രുത ഉണ്ടാക്കി അച്ഛനെ പിണക്കിച്ച് എല്ലാം എഴുതി വാങ്ങി കൂട്ടാനുള്ള വിൽപ്പത്രമാണ് ആദ്യം ഉണ്ടാക്കി വെച്ച 2017. ആ വിൽപ്പത്രം 2017 എഴുതി ഇവർക്കെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് രഹസ്യമായി വെച്ചിരിക്കുകയും പിന്നീട് മുമ്പോട്ട് പോകും തോറും അദ്ദേഹം അവശനായി തുടങ്ങിയപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ എൻ്റെ മകനേ ഉള്ളൂ എന്നുള്ളൊരു ബോധം വന്നപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ നിന്ന് ചില തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവനാണ് ശരി, എൻ്റെ മകനാണ് ശരി എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോൾ അവസാന കാലഘട്ടത്തിൽ ആശുപത്രി കൊണ്ടുപോകാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനും അദ്ദേഹം കിടപ്പിൽ നിന്ന് എണീറ്റ് പോയാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ശരികൾ ഗണേശൻ്റെ പക്ഷത്താണെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് കുറ്റബോധം വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എനിക്ക് പുണ്യം കിട്ടണമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അദ്ദേഹം പുതിയ വിൽപ്പത്രം 2020 ഉണ്ടാക്കിയത്. ആ വിൽപ്പത്രത്തിൽ കൃത്യമായി എല്ലാം എഴുതി കൂട്ടിയിട്ടുണ്ട്. ആ എഴുതി കൂട്ടിയിരിക്കുന്നതിൽ ഒന്ന്, ഇപ്പോൾ ഈ മൂത്ത ചേച്ചി പറയുന്നത് ഇളയ സഹോദരിയും കൂടി ഗണേശൻ്റെ കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചെല്ലാം കൂടി വിഴുങ്ങാൻ നിൽക്കുന്നു എന്നാണ്. അതിലെ നിർണായകമായ ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എഴുതി വയ്ക്കുന്ന ഈ ബിന്ദു എന്ന് പറഞ്ഞ എൻ്റെ മകൾക്ക് എഴുതി വയ്ക്കുന്ന വസ്തുവകകളിൽ എന്തെങ്കിലും ഒരു സാധനം, 1 രൂപയുടെ സാധനം അവരുടെ ഒരു മകൻ്റെ പേര്, അവൻ വിദേശത്താണ് പഠിക്കുന്നത്, എന്തോ ഒരു സായി കൃഷ്ണ എന്നോ അങ്ങനെ എന്താണ് അവൻ്റെ പേര്, അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ബിന്ദുവിന് നൽകുന്ന ഈ ഇളയ മകൾക്ക് നൽകുന്ന എല്ലാ വസ്തുവകകളും പുല്ലൂർ NSS കരയോഗത്തിന് അവകാശപ്പെട്ടതായി മാറും എന്നൊരു കുരുക്ക് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആ പയ്യൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ എന്തോ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഫിലിപ്പീൻസുകാരിയായ ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഈ ബിന്ദുവിൻ്റെ മകനായ വിഷ്ണു സായി എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഇനിയൊരു ബന്ധമില്ല എന്ന് ബാലകൃഷ്ണ സാർ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളായ ബിന്ദുവിന് കൊടുക്കുന്ന വസ്തുവകകളിൽ എന്തെങ്കിലും വിഷ്ണു സായിക്ക് ബിന്ദു കൊടുത്താൽ ബിന്ദുവിന് വേണ്ടി ഞാൻ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അത്രയും വസ്തു പുല്ലൂർ NSS കരയോഗത്തിന് താലൂക്ക് യൂണിയന് പോകും എന്ന് എഴുതി വെച്ച മനുഷ്യൻ അങ്ങനെ മകന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്ന ഒരു വിൽപ്പത്രം എഴുതി വെച്ചുവെങ്കിൽ ആ വിൽപ്പത്രത്തിൽ ഗണേശൻ്റെ കൂടെ ചേർന്ന് ബിന്ദു കൂട്ടു നിൽക്കുമോ? ബിന്ദു അറിഞ്ഞിട്ടില്ല, അത് ബിന്ദുവിൻ്റെ മകന് കൊടുക്കാൻ പാടില്ല എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പൊട്ട കോടതിയിൽ, ഈ താഴേക്കടയിലുള്ളൊരു കോടതി പോയാൽ പോലും ഈ കേസ് തള്ളിപ്പോവും. അത് ചിലപ്പോൾ ഈ മൂത്ത ചേച്ചിക്കും അറിയാമായിരിക്കും. പക്ഷേ അവരിങ്ങനെ അനിയനെ ദ്രോഹിക്കരുതായിരുന്നു. അയാൾക്ക് ആ മന്ത്രിസ്ഥാനം തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഇവർക്ക് എന്ത് കിട്ടാനാണ്? അവരിപ്പോൾ പറയുന്നത് എനിക്ക് അമ്മയുടെ വകയെ കിട്ടിയുള്ളൂ. അമ്മയുടെ വക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഭാര്യയല്ലേ അമ്മ. അവരുടെ 15 ഏക്കർ വാളകം പോലുള്ളൊരു സ്ഥലത്ത് MC റോഡിൽ റോഡ് സൈഡിൽ 15 ഏക്കർ കിട്ടിയാൽ
അല്ലെങ്കിൽ അവരുടെ 2 മക്കൾക്ക് 5 ഏക്കർ 5 ഏക്കർ വീതം വേറെ വസ്തുക്കൾ കിട്ടിയാൽ, വഴുതക്കാട് കണ്ണായ ഭാഗത്ത് വഴുതക്കാട്ട് കോടികൾ വിലമതിക്കുന്ന കെട്ടിടവും വസ്തുവും കൊടുത്താൽ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർണായകമായ നിലകളെല്ലാം എഴുതി കൊടുത്താൽ ഇതൊന്നും പോരാ, അല്ലെങ്കിൽ IAS ഭർത്താവ് ഉണ്ടാക്കിയതൊന്നും പോരാ, അല്ലെങ്കിൽ കാനഡയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒന്നും പോരാ, ഇനിയും അനിയൻ തെണ്ടി പിച്ച എടുത്താലും കുഴപ്പമില്ല, എല്ലാം എനിക്ക് കിട്ടണം എന്നൊരു ആർത്തി ഈ കൊറോണ കാലത്തെങ്കിലും എൻ്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ആർത്തി പണ്ടാരമാകാമോ? ഒരു കൊറോണ നമ്മൾ കണ്ണിൽ പോലും കാണാൻ പറ്റാത്തൊരു വൈറസാണ്, കയറി എവിടെയെങ്കിലും അടിക്കുകയോ വല്ലതും ചെയ്താൽ അപ്പം തീരുകയാണ്. മറ്റേ ഒരു വെള്ള കവറുള്ള സിബുള്ള ഒരു കവറിനകത്താക്കി കുഴിച്ചിടുന്ന കാലമല്ലേ ചേച്ചി ഈ വർത്തമാന കാലം? ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് എന്താ പറഞ്ഞൊരു പുതിയ വൈറസ് വന്നിട്ടുണ്ടല്ലോ, അത് പോയ കണ്ണ് വരെ ചൂഴ്ന്നെടുത്ത് കളയുന്ന കാലമാണ്. ഇവിടെയാണ് എത്ര കിട്ടിയാലും മതി വരാതെ ആർത്തി പിടിച്ച് മനുഷ്യൻ്റെ പണത്തോടുള്ള ആർത്തി നിങ്ങൾ ആലോചിച്ചു. ഇവർക്ക് കിട്ടിയ കണക്കുകൾ, ഇവർക്ക് ആ വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം കൂടെ നോക്കി തന്നെ എത്ര കോടിയുടെ ആസ്തി. അതൊന്നും പോരാ, വലിയ ഭീമമായ തുക പെൻഷൻ കിട്ടുന്ന, പെൻഷനായപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇവരുടെ ഭർത്താവിന് എത്ര ലക്ഷം രൂപ കിട്ടിക്കാണും. അതുപോലെ മാസം എത്ര രൂപ പെൻഷൻ വാങ്ങും. ഇതൊക്കെ കിട്ടിയിട്ടും ഞാൻ നേരത്തെ ഒരു കഥയിൽ പറഞ്ഞ പോലെ ചേച്ചി 3 നേരമല്ലേ കഴിക്കാൻ പറ്റൂ. ഇതെല്ലാം കൂടെ ബാലകൃഷ്ണ സാർ ഉണ്ടാക്കിയത് എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ 5 നേരം കഴിക്കില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ഈ അനുജനെ ഇങ്ങനെ കുരിശി തറയ്ക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ നഷ്ടമാണ്. ഈ ചേച്ചി ഒരുത്തി ചെയ്തതിൻ്റെ പണി കേരളത്തിൻ്റെ നഷ്ടമാണ്. ഒരു നല്ല മന്ത്രിയെ ഇടതുപക്ഷം ശോഭയോടെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഗണേഷ് കുമാറിനെ പോലെ ആർജവമുള്ളൊരു മന്ത്രി കൂടി ഉണ്ടായിരുന്നെങ്കിൽ, മുൻ പരിചയമുള്ള ഒരു സാധാരണ MLA പോലും ആവുമെന്ന് കരുതിയതല്ല. പത്തനാപുരത്ത് അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഒരു MLA ആവുമെന്ന് പോലും ധരിച്ചതല്ല. അദ്ദേഹം MLA ആയി. കഴിഞ്ഞ 20 വർഷമായിട്ട് MLA ആണ്. കഴിഞ്ഞ 7.5 വർഷക്കാലം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായ കാലം മുഴുവൻ അയാൾ എന്ത് നന്നായിട്ട് വകുപ്പുകൾ ഭരിച്ചത്. അങ്ങനെയുള്ളൊരു മന്ത്രി പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, സഖാവ് പിണറായിയുടെ മന്ത്രിസഭയിൽ ഏറ്റവും ശോഭിക്കുന്ന മന്ത്രിമാരിൽ ഒരാളായി അദ്ദേഹം വിലസിയനെ. അതിനെയല്ലേ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്? ഒന്നുമില്ലെങ്കിലും ഒരേ രക്തത്തിൽ പറന്നവരല്ലേ നിങ്ങൾക്ക്. നിങ്ങളുടെ കല്യാണത്തിനൊക്കെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ ഭർത്താവിന് ആദ്യമായി ഹാരമിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നൊരു മനുഷ്യനല്ലേ എത്ര പറഞ്ഞാലും ഈ ബോർണായ ഗണേശൻ. ആ മനുഷ്യനോട് നിങ്ങൾ ഇങ്ങനെ ഈ ക്രൂരത കാണിക്കാമോ? എല്ലാവരും എന്താ പറയുക, അയാളെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്നിട്ട് പോലും ആരോടും പകയില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ചേച്ചി എന്നല്ലേ അയാൾ വിളിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ദ്രോഹം ആ മനുഷ്യനോട് ചെയ്തത്? എന്തായാലും മലയാള സിനിമയ്ക്കും കേരളത്തിലെ പുതിയ മന്ത്രിസഭയ്ക്കും വലിയ നഷ്ടമായിപ്പോയി ഈ സ്ത്രീ കാണിച്ച ക്രൂരത. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത 2.5 വർഷക്കാലം കഴിയുമ്പോൾ കിട്ടുന്ന 2.5 വർഷക്കാലം പിണറായിയെ ബോധ്യപ്പെടുത്തും വിധം മനോഹരമായ, കിട്ടുന്ന ഏത് വകുപ്പായാലും ശരി ആ വകുപ്പ് എന്താ പറയുക ഭംഗിയായി ഭരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഒരു മന്ത്രിയാണെന്ന് അദ്ദേഹം തെളിയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഇപ്പോൾ തൽക്കാലത്തേക്ക് താങ്കൾക്കുണ്ടായ ഈ തടസ്സങ്ങളൊക്കെ മാറി വീണ്ടും ആർജവമുള്ള KB ഗണേഷ് കുമാറായി താങ്കളിവിടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിജയ ആശംസകളും താങ്കൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.